അസ്സലാമു അലൈക്കും. നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആ സോഷ്യൽ മീഡിയയിലൂടെ റീച്ചുകളും വ്യൂസുകളും കിട്ടാൻ വേണ്ടി പല ആളുകളും പല കണ്ടൻറ്റുകളുമൊക്കെ തയ്യാറാക്കാറുണ്ട്. അത്തരത്തിൽ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ചില കണ്ടൻറ്റുകളാണ് കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ ഉസ്താദുമാരുടെ വേഷം കെട്ടിക്കൊണ്ട് ആ ഉസ്താദുമാരെ പരിഹസിക്കുന്ന കളിയാക്കുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുക എന്നുള്ളത്. അത്തരത്തിലൊരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. ഞാൻ ദോരനോട് പറയല്ല, നല്ല ഉസാറ് ദോര, എന്തായാലും ദോര അടച്ച ഉറപ്പായിട്ട് സ്വീകരിക്കാം. അമ്മായില്ല ഞാൻ ദോരുന്നത്. ആയിക്കോട്ടെ എന്നാ ഞാൻ ഇറങ്ങാണ്. പോട്ടെ. അസ്സലാമലൈക്കും. ഞാൻ ഇറങ്ങാ, പള്ളിക്ക് പോകാനായല്ലോ. കൊടുക്കാനായി മക്കളൊന്നും തരുന്നില്ല അർക്കത്തിന് പൈസ. ഞാൻ അതിന് വേണ്ടിട്ട് പറഞ്ഞല്ലോ. നല്ല കട്ടിയിലുണ്ടല്ലോ വർക്കത്തിന്. ഞാൻ സാധാരണ ഒന്നും വാങ്ങിയല്ലേ തരുമ്പോളേ. എന്നാ ശരി. അല്ലോ പക്ഷെ എല്ലാ ഹൈറും ബർക്കത്തും റാഹത്തും ഇതൊക്കെ തരട്ടെ. എന്നാ ശരി ട്ടോ. പടച്ച തമ്പുരാനെ, സാധനം മാറിയത് പഠിച്ചോനെ. ഉടനെ വരുന്നേ. ഞങ്ങളൊന്ന് കാടപ്പടി പോയതേ. ഞാൻ നമ്മളെ അസർപ്പില്ലേ, ഓന്റെ വല്യമാന്റെ മൂന്നാമത്തെ ആണ്ടേ നല്ല കിട്ടിയുണ്ടല്ലേ കണ്ടില്ലേ? നല്ല കാലത്തിൽ തിന്നണ ചെക്കൻ. ഓനെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നാണ്. തന്നെ മുട്ടല്ലോ, നല്ല കട്ടിയിലുണ്ട്. ഓന്റെ മുഖം കണ്ടാലോ നല്ല ഈമാനാണ്. നമുക്കറിയല്ലോ നല്ല ചെക്കനാണ്. തന്നെ നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ ഈ ആഴ്ച ഈ മഹലിൽ ജോയിൻ ചെയ്ത്. മറ്റേ മഹലിൽ ഇത്ര കിട്ടൂല. അവിടെ കട്ടിങ്ങനൊക്കെ കുറവാ. ഗൾഫിൽ നിന്ന് വന്നോണ്ട് നല്ല കട്ടിങ്ങനുണ്ടാവും. ഓന്റെ ഒരു എന്താ സ്മാനത്? നല്ലൊരു കിക്കുള്ള മണം. എന്തത് പുസ്തകം എല്ലാരും എടുക്കണോട്ട് ഇതേറ്റ് അടച്ചാൽ അത് ഞാൻ കാട്ടിയല്ല. അതെന്താ സാധനം? ലഹരിയാണ് ഉസ്താദ്. ചൈന പനിയാ? ചൈനല്ല, ആൻസാ. ആൻസ് സുന്നത്തല്ലേ വെക്കണേ? ആൻസ് ഒക്കെ ആയിക്കോട്ടെ. അസറാങ്ക് കൊടുക്കാൻ നേരായി. പോരാട്ടി ചാത്തോ. ഈ വീഡിയോയ്ക്ക് താഴെ വന്ന പല കമൻറ്റുകളും ഉസ്താദുമാരെ പിന്തുണയ്ക്കുന്ന കമൻറ്റുകളായിരുന്നു. നോക്കൂ, എനിക്കിതിൽ ഏറ്റവും കൂടുതലും പറയാനുള്ളത് ഹൈന്ദവ സഹോദരങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഉസ്താദുമാർക്ക് പിന്തുണയുമായി നിങ്ങളിങ്ങനെ ഉസ്താദുമാരുടെ വേഷം കിട്ടിക്കൊണ്ട് അവരെ കളിയാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതിൽ 2-3 ഹൈന്ദവ സഹോദരങ്ങൾ എഴുതിയ ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. ശ്രുതി എന്ന് പറയുന്ന സഹോദരി എഴുതിയ കമൻറ്റ്: ഒരു മതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തെയും ഇങ്ങനെ വക്രീകരിച്ച് കളിയാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊന്ന് മുകേഷ് എന്ന് പറയുന്ന സഹോദരൻ്റെ കമൻറ്റാണ്: വളരെ മോശം, ഒരു മതത്തിലെയും പുരോഹിതന്മാരെ ഇതുപോലെ അവഹേളിക്കരുത്, ഇതുകൊണ്ട് എന്തു സന്ദേശമാണ് നൽകുന്നത്. മറ്റൊന്ന് രാവണൻ നമ്പൂതിരി എന്ന് പറയുന്ന സഹോദരൻ എഴുതിയ കമൻറ്റ്: ഇത് കുറേ ഓവറായി കേട്ടോ, കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് നല്ലതേ വരൂ, കാരണം അവർ നമ്മുടെ മക്കൾക്ക് ദീനും ഖുർആനും പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്. ഇവർ കുറഞ്ഞ ശമ്പളമാണെങ്കിലും ഇവർക്ക് ദാരിദ്ര്യം പടച്ചും കൊടുക്കില്ല. ഇവരെ ബഹുമാനിച്ചില്ലെങ്കിലും കളിയാക്കരുത് പ്ലീസ്. നോക്കൂ, ഹൈന്ദവ സഹോദരങ്ങൾ പോലും ഉസ്താദുമാർക്ക് പിന്തുണയുമായി ഉസ്താദുമാരെ ബഹുമാനിക്കുന്ന പ്രവണതയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ നേരെ മറിച്ചോ, ഇത്തരത്തിൽ ഉസ്താദുമാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഇത്തരത്തിൽ കണ്ടൻറ്റുകൾ ചെയ്യുന്ന, വീഡിയോ ചെയ്യുന്ന പല ചെറുപ്പക്കാരും മുസ്ലിമീങ്ങളാണ് എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട ഉസ്താദുമാരുണ്ട്. എല്ലാ ഉസ്താദുമാരും എല്ലാം തികഞ്ഞ നല്ലവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ തെറ്റു ചെയ്യുന്നവരുണ്ട്. ഉസ്താദുമാരുടെ വേഷം കെട്ടിക്കൊണ്ട് ആത്മീയ ചികിത്സയുടെ മറവിൽ പണം തട്ടുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. അതേപോലെ എല്ലാ മതങ്ങളിലുമുണ്ട്. ആ മതത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, കാഷായ വേഷമണിഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുള്ള, പീഡനത്തിന് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കള്ളപൂജാരിമാരുടെയും സന്യാസിമാരുടെയും വാർത്തകൾ നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. അതോടൊപ്പം പല കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള പള്ളിയിലച്ചന്മാരുടെ വാർത്തകളും നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. വിവരമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി ആ വിഭാഗത്തിൽപ്പെട്ട പള്ളിയിലച്ചന്മാരാകട്ടെ, ഉസ്താദുമാരാകട്ടെ, സന്യാസിമാരാകട്ടെ, പൂജാരിമാരാകട്ടെ, എല്ലാവരും അത്തരക്കാർ എന്ന് പറയുന്നതിനോടൊരിക്കലും യോജിക്കാൻ സാധിക്കില്ല. തൻ്റെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്ന ഉസ്താദുമാരുണ്ട്. നോക്കൂ, തുച്ഛമായ ശമ്പളത്തിനാണ് മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർക്ക് ആ ശമ്പളം കൊണ്ട്
അവർക്കൊന്നുമാകില്ല. അതുകൊണ്ട് തന്നെ മറ്റു സമയങ്ങളിൽ അവർ മറ്റു പല ജോലികളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അത്തരം ഉസ്താദുമാരെ ഈ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ കളിയാക്കുമ്പോൾ, നിങ്ങളിങ്ങനെ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി മാറ്റുമ്പോൾ, സമൂഹത്തിന് മുന്നിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാതെ പോകുന്നത്? നിങ്ങൾ ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഉസ്താദുമാരെ കളിയാക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ, സമൂഹത്തിന് മുന്നിൽ ഉസ്താദുമാരെല്ലാം ഇങ്ങനെയുള്ളവരാണ്, ഇത്തരം ആളുകളാണോ എന്നുള്ള ചിന്തകൾ മറ്റുള്ള ആളുകളിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഉസ്താദുമാരുടെ വേഷം കെട്ടി വീഡിയോകൾ ചെയ്യുന്ന ചെറുപ്പക്കാരോട് വളരെയധികം സ്നേഹത്തോടുകൂടി തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഇത്തരത്തിൽ വീഡിയോസുകൾ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല റീച്ചുകളും വ്യൂസുകളും ഉണ്ടായേക്കാം. പക്ഷേ മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, ഇൽമു പറഞ്ഞു കൊടുക്കുന്ന പാവപ്പെട്ട ഉസ്താദുമാർ സമൂഹത്തിന് മുന്നിൽ കളിയാക്കപ്പെടുകയാണ്.